നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഈ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തി. അതായത് കോൺഗ്രസ്സിന് ഇനി മത്സരിക്കാൻ പറ്റുന്നത് പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് സാർ ഇങ്ങനെ പറയാൻ കാരണം? അത്രയ്ക്ക് കോൺഗ്രസ്സിനെ ഇന്ത്യയിലെ ജനങ്ങൾ കൈയൊഴിഞ്ഞോ, അതോ ഈ ആസാമിലെ ജനങ്ങൾ കോൺഗ്രസ്സിനെ കൈവിട്ടോ? എന്താണ് ആസാമിൽ നിന്ന് ഇങ്ങനെ ഒരു, അതും അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മുൻ കോൺഗ്രസ്സുകാരനായ ഹിമന്ത ബിശ്വ ശർമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വരാനുള്ള കാരണം എന്താണ്? അത് അസം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നു എന്ന് ആണ് വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായം. കാരണം അസം വലിയ തോതിലുള്ള രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ വേദിയായത് നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നെ അതിലുപരിയായി ഇപ്പോൾ ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ എസ് ഐ ആർ വരുമ്പോൾ എസ് ഐ ആർ അവിടെ നടപ്പാക്കിയിട്ടില്ല. നടപ്പാക്കത്തിന് കാണുമ്പോൾ NRC നടപ്പാക്കി എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം എസ് ഐ ആറിൽ അതൊരു ഘട്ടമെത്തി നിന്ന് പോവുകയാണ് ഇവിടെ വാസ്തവത്തിൽ. അപ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റേതിന് സമാനമായ മലനിരകളും ഒക്കെയുള്ള തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ. പക്ഷേ കാലാവസ്ഥ ഇപ്പോൾ അവിടെ അങ്ങനെയല്ല. ഇവിടെ ഏതാണ്ട് ഒരു തണുപ്പൻ കാലാവസ്ഥയാണ്. പക്ഷേ ആൾക്കാരുടെ ഈ പല അർത്ഥങ്ങളിലുമുള്ള പോരാട്ടം വീര്യം കടക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ മതപരമായ ചില വിഷയങ്ങൾ വളരെ ഗൗരവമായി, പിന്നെ കയറ്റക്കാരുടെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമായിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഈ നിലപാട്, പിന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നിലപാട്. ഇപ്പോൾ ആസാം ഗണ പരിഷത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആസാം ഗണ AGPയിൽ നിന്നാണ് ഇപ്പോഴത്തെ പിന്നെ ഗൊഗോയിയുടെ അച്ഛൻ തരുൺ ഗൊഗോയ്, അദ്ദേഹം ഗൊഗോയാണ് ഇത് ഭരണം തിരിച്ചു പിടിക്കുന്നത്. അവിടെയും വാസ്തവത്തിൽ ഈ കോൺഗ്രസ് കാലാകാലങ്ങളിൽ വല്ലാതെ കണ്ട് ലീനിയൻ്റായി ഒരു വിഭാഗത്തോട്. അത് പിന്നെ അതുമാത്രമല്ല, ഈ വോട്ടേഴ്സിന് ബംഗാളിലേതിന് സമാനമായി വോട്ടേഴ്സിനെ പിടിച്ച് അവരെ സ്വാധീനിച്ച് ആ വോട്ടുകൾ നിലനിർത്തി ഭരണം നിലനിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആ വഴിവിട്ട സഹായങ്ങൾ അവിടെ സംഭവിച്ചു. അപ്പോൾ തദ്ദേശീയരായ മുസ്ലിംസും ബാക്കി പുറത്തു നിന്ന് വരുന്ന മുസ്ലിംസും തമ്മിലുള്ള വലിയ വിഷയം അവിടെയുണ്ട്. അവിടുത്തെ മുസ്ലിം ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾ അവർ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുന്നു. അവർ സ്വാഭാവികമായും കുറച്ചെന്നല്ല ശാന്തരാണ്. അവർ ഇതിന് ഭാരതീയതയോട് ചേർന്ന് നിൽക്കുന്ന, അവർക്ക് ധാരാളം ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു, അവർ വലിയ പ്രതിസന്ധിയിലായി. അവർ ഭാരതീയരോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു കൂട്ടരാണ്. അവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ ആണ് പിന്നെ പുറത്തു നിന്ന് വന്ന ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ കൂടി പിന്നെ കണ്ടുകൊണ്ടാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം അറിയാലോ, വളരെ രൂക്ഷമായ ഭാഷയിൽ BJPയെ വിമർശിക്കുകയും കോൺഗ്രസ് തട്ടകത്തിൽ നിൽക്കുകയും ചെയ്തതിന് ശേഷം പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസ് തട്ടകം വിട്ടിട്ട് ഇവിടെ വരുന്നത്. വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓർമ്മയുണ്ടാവും, ഇദ്ദേഹം അസമിലെ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ പിന്നെ ഹൈക്കമാൻഡും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ ഭരണം നിലനിർത്തേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു തീപ്പൊരിയാണ് സ്വാഭാവികമായിട്ടും. എന്നിട്ടും ഇദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് വലിയ തോതിൽ പിന്നെ അഴിമതിയിൽ കുളിച്ചു നിന്ന ഒരാളും കൂടിയാണ്. ഇപ്പോൾ ശാരദാ ചിട്ടി ഫണ്ടുമായിട്ടുള്ള പിന്നെ ഈ ചില നേതാക്കളുടെ നേരിട്ടുള്ള ഇടപെടൽ, പിന്നെ ഈ ഫ്ലൈ ഓവറിൻ്റെ കേസിൽ, പിന്നെ കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയ കേസിൽ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ നിന്ന കുറേയധികം കോൺഗ്രസ്സുകാർ, പ്രധാനമായിട്ടും ഇദ്ദേഹം തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ചാടുകയാണ്. ഹിമന്ത ചാടുന്നു. പിന്നെ അത് ആദ്യകാലങ്ങളിൽ ഹിമന്ത ചാടുന്നു. കോൺഗ്രസിൻ്റെ എല്ലാ കളികളും അവർക്കറിയാം, പ്രീണന രാഷ്ട്രീയം അറിയാം. അതിനുശേഷമാണ് ഇപ്പോൾ പ്രദ്യുത് കുമാർ, അതേപോലെ ഇത്തരം ആരോപണങ്ങൾ, ഇവരെല്ലാം ഇത്തരം ആരോപണങ്ങളിൽ പെട്ട് പല ആരോപണങ്ങളിൽ പെട്ട് നിന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇദ്ദേഹം പിന്നെ വരുന്നു. സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസിൻ്റെ ആയുധങ്ങളെല്ലാം എടുത്ത് പെരുമാറിയ ആൾക്കാർ ഒരു സുപ്രഭാതം കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇദ്ദേഹത്തിന് പുറകെ നിരവധി കോൺഗ്രസ്സുകാർ വരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ അവിടെ ആ ഒരു നിലനിൽപ്പിൽ തന്നെ പിന്നെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് തകർന്നു പോകണം. ചെറിയ സാധ്യതകൾ പോലുമില്ല. അങ്ങനെ സാധ്യത വരുന്ന സമയത്ത് ഒരു സുപ്രഭാതം കൊണ്ട് ഇവരെല്ലാം ശുഭ്രവസ്ത്രധാരികളായി എന്നുള്ളതാണ്. BJP വന്നപ്പോൾ എല്ലാവരും ഈ പാവക്കറയെല്ലാം മാറി. അപ്പോൾ സത്യത്തിൽ ഈ സംയുക്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ BJP എടുത്താലും ശരി, കോൺഗ്രസ് എടുത്താലും ശരി, അവിടുത്തെ മറ്റ് ഗണപരിഷത്ത് ഉൾപ്പെടെയുള്ള എടുത്താലും അതൊക്കെ പൊക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രത്യയശാസ്ത്ര നിലപാടുകൾ വാസ്തവത്തിൽ അവിടെ നിന്നും തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഹിമന്ത ഏതെങ്കിലും അർത്ഥത്തിൽ താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യം അവിടെ വല്ലാത്തൊരു ഒഴുക്കിൽപ്പെട്ട് നിൽക്കുകയാണ്. അതായത് അവിടുത്തെ ഇപ്പോൾ അഴിമതിയാണോ, സ്വജനപക്ഷപാതമാണോ, അല്ല നുഴഞ്ഞുകയറ്റമാണോ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചോദിച്ചാൽ ജനങ്ങൾ ഒന്നടങ്ക ഉത്തരം പറയും നുഴഞ്ഞുകയറ്റമാണ്. നുഴഞ്ഞിട്ടാണ്. മാത്രമല്ല ഈ ഒരു പിന്നെ അവർക്ക് അഴിമതിയോ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അത് കോൺഗ്രസ് നടത്തിയാലും
അസംഗണ പരിഷത്ത് നടത്തിയാലും BJP അത് നടത്തിയാലും ഈ അവർക്ക് അതൊരു അഴിമതിപ്പെടാത്ത അവിടെ വിഷയമേ ആരും ഇല്ല ഏതാണ്ട് എല്ലാവരും. പക്ഷേ നുഴഞ്ഞുകയറ്റം അവരെ സംബന്ധിച്ച് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത, ഒരു അതിനോട് കാരണവശാലും സമരസപ്പെട്ടു പോകാൻ കഴിയാത്ത. മാത്രമല്ല ഇത് വല്ലാത്ത രീതിയിൽ ഭാരതത്തിൻ്റെ ഒരു ദേശീയ ബോധത്തെയും ഐക്യത്തെയും പോലും ബാധിക്കുന്ന രീതിയിൽ അവർ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വിഷയം എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ എത്ര നാൾ അതുകൊണ്ടാണ് ഈ തദ്ദേശീയരായ മുസ്ലിങ്ങൾ പോലും അതിനെതിരെ അതെ നിലപാട്. ഹിമന്ത പറയുന്നത് എത്ര നാൾ ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഇങ്ങനെ പൊക്കഴിഞ്ഞാൽ രാജ്യത്തിനകത്ത് 66 ലക്ഷം ഹെക്ടർ ഭൂമിയാണ് കയ്യേറിയിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 1 ലക്ഷം ഹെക്ടർ ഭൂമിയെ അവർക്ക് ഒഴിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോഴും. ബാക്കി ഇനിയും ഒഴിപ്പിക്കാനുണ്ട് എന്നാണ് വളരെ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ഒരു ഹെക്ടിക് ആയിട്ടുള്ളൊരു വാക്കാണ്. അത് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നുള്ളത് അത് ഹിമന്തയ്ക്കൊക്കെ വളരെ ഭംഗിയായിട്ട് അറിയാം. പ്രത്യേകിച്ചും കോൺഗ്രസിനകത്ത് നിന്ന നേതാക്കൾക്ക് എല്ലാം അറിയാം. ഇപ്പോൾ തന്നെ പ്രദ്യുത് ഇങ്ങോട്ട് വരുന്നു. അദ്ദേഹത്തിന് മാൻ ഓൾറെഡി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തിരുന്ന ആളാണ്. അദ്ദേഹം അച്ഛൻ BJPയിലേക്ക് മാറുന്ന കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ചെയ്തു, മകനായിട്ട് പിൻവലിച്ചു. അപ്പോൾ ഇത് തുടർന്ന് സുഹൃത്തുക്കളിലേക്ക് ഇത് വ്യാപിക്കുന്നു. ഇങ്ങനെ വാസ്തവത്തിൽ ഒഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ BJPയുടെ കേസിലെന്ന് പറഞ്ഞാൽ BJPക്ക് ആണെങ്കിൽ അവിടെ ഇപ്പോൾ 126 സീറ്റുകളാണുള്ളത്. BJPയുടെ വളർച്ച വളരെ രസാവഹമാണ്. അവിടെ കോൺഗ്രസിൻ്റെ ഡിക്ലൈൻ, തകർച്ചയും അവിടെ നോക്കിയാൽ അതായത് 2006 12% വോട്ടും 10 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJPയാണ് ഇന്ന് 60 സീറ്റിലേക്കും 33% വോട്ടിലേക്കും വളർന്നിരിക്കുന്നത്. 2016 തന്നെ സർവാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിൽ BJP സർക്കാർ വന്നു. പിന്നീട് ഇദ്ദേഹം ഹിമന്ത ബിശ്വ ശർമ്മ മാറി വരികയും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാകുകയും ചെയ്തു. പിന്നീട് 2021 സർവാനന്ദ സോനോവാളിനെ കേന്ദ്രത്തിൽ കൊണ്ടുപോവുകയും ഇദ്ദേഹത്തെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് BJP നിയോഗിച്ചു. അതേ നാൾ ഇവർക്ക് അധികാരമില്ലാതെ ഇങ്ങോട്ട് ചാടി വന്ന ആൾക്കാരെ നിർത്താൻ കഴിയില്ല. അവർ വീണ്ടും പഴയതാണ്. ഇവർക്ക് അധികാരം വലിയ വിഷയമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ 3 പാർട്ടികളിലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ ഇലക്ഷനെ അവർ നേരിടുന്നത്. അപ്പോൾ 10 വർഷത്തോളം 10 വർഷത്തിലധികം ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കോൺഗ്രസ് അതൊരു എന്ത് വില കൊടുത്തും കുറച്ച് സീറ്റെങ്കിലും തിരിച്ചു വരിക എന്നുള്ളത് അസാധ്യമാണ്. എങ്കിൽ പോലും ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള സീറ്റ് കിട്ടണ്ടേ? അങ്ങനെയുള്ളൊരു ശ്രമത്തിലാണ് വാസ്തവത്തിൽ ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഈ ഗൊഗോയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏതാണ്ട് തെളിയുന്ന ചിത്രം. എങ്ങനെ ഈ ആസാമിൽ കോൺഗ്രസിനെ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഇപ്പോൾ കെ സുധാകരൻ്റെ കേസ് നമ്മൾ കണ്ടല്ലോ. അവർ നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇതുവരെ നിയമസഭയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരവും കൂടിയാണ്. 3 തവണ അദ്ദേഹം MP ആയിരുന്നു. ഈ ഇതാണ് ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു വലിയ ആക്ഷേപം ഉയർന്നിരിക്കുന്ന അദ്ദേഹം പാകിസ്ഥാൻ ചാരനാണെന്നാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ നേരിട്ട് ആരോപിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എനിക്കെതിരെ നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തോളൂ, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, ഞാൻ ഹാജരാക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല ഇത് ഇപ്പോൾ ഇത്തരമുള്ള കൊടുക്കൽ വാങ്ങൽ ഈ വിദേശ ശക്തികളുടെ കയ്യിലെ കളിപ്പാട്ടമായി ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള പ്രസ്ഥാനം വളരെ ഗൗരവത്തോടുകൂടി അവിടെയുണ്ട്, എല്ലാ പേർക്കും ഉണ്ട്. അതുമാത്രമല്ല അതിനെ താങ്ങുന്ന ഇപ്പോൾ രാഹുലിനെ പോലും അവർ നേരിട്ട് ആക്രമിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് ഇങ്ങോട്ട് വന്ന് BJPയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അന്ന് വരെ ചെയ്തിരുന്ന പാവങ്ങളെല്ലാം BJP മറക്കുന്നു, ഇങ്ങോട്ട് വെള്ളത്തിൽ മുക്കി പരിശുദ്ധരാക്കുകയാണ് എടുക്കുന്നത്. ഇവർ നേരെ തിരിച്ച് രാഹുൽ ഇവർ സംസാരിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിട്ടുവരുന്നതിന് മുമ്പ് രാഹുലിനോട് ഇദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് രാഹുൽ ബിസ്ക്കറ്റ് പട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറയണം. അല്ല, അത് പുള്ളി ചെയ്തത് പണി ഇങ്ങനെ ഹിമന്ത തന്നെ പറഞ്ഞ് നമ്മൾ അറിയുന്നത് ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന പാത്രത്തിൽ കുറച്ച് ബിസ്ക്കറ്റ് ഇട്ടിട്ട് നീക്കി വെച്ചു എന്നാണ് അദ്ദേഹം ഇപ്പൊ ആരോപിക്കുന്നത്. അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത് കാരണം ഇവർക്കെല്ലാം നാക്ക് ഭംഗിയായിട്ട് വഴങ്ങുന്ന ആൾക്കാരാണ്. 2 ഭാഗത്ത് നിൽക്കുമ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞ ആൾക്കാരുമാണ്. അതുകൊണ്ട് അത് പ്രസ്താവനകളൊക്കെ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും സാർ നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആസാമിൽ വലിയ മാറ്റങ്ങളുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം നല്ല രീതിയിൽ നടപ്പായി കഴിഞ്ഞു. അവിടെ പുതിയ ഹൈവേകൾ, അതുപോലെ തന്നെ ഫ്ലൈ ഓവറുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അതായത് അവിടെ ഗതാഗത സൗകര്യം വളരെ വിപുലീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഈ ചിപ്പ് വ്യവസായം, വിദേശ നിക്ഷേപം വന്നു ചിപ്പ് വ്യവസായത്തിലേക്ക്. 79,000 കോടി രൂപയുടെ നിക്ഷേപം പോയത് ആസാമിലേക്കാണ്. നമുക്കറിയാം ഈ അമേരിക്കൻ, യൂറോപ്യൻ, ചൈനീസ് കമ്പനികളൊന്നും വെറുതെ വന്ന് ഒരു സൗകര്യവും ഇല്ലാത്തടത്തേക്ക് അവർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആസാം തീർച്ചയായിട്ടും മാറിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വിദ്യാസമ്പന്നരായ കേരളം പോലെ ഒരു സ്ഥലത്തേക്ക് ആ നിക്ഷേപം വരാതെ എനിക്ക് തോന്നുന്നു മലയാളികൾ പോലും അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ.
അവിടേക്ക് ആ നിക്ഷേപം പോയി എന്ന് കേൾക്കുമ്പോൾ ആസാമിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഉറപ്പായും. കാരണം വെച്ചാൽ ഈ അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പം പറ്റി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വാസ്തവത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം വളരെ കൂടുതലായിട്ടുണ്ട്. അവർ വാസ്തവത്തിൽ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു കണക്ടിവിറ്റി അവർക്ക് സാധിച്ചത് ഇപ്പോഴാണ്. അവർക്കിപ്പോഴാണ് വാസ്തവത്തിൽ ഒരു ഇതൊക്കെയാണല്ലോ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന പുരോഗതി എന്ന ഒരു ചിന്ത പോലും വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവരുടെ മനസ്സ് സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് കുറേ വോട്ടുകൾ നിഷ്പക്ഷമായ വോട്ടുകൾ ബി ജെ പിക്ക് വരുന്നത്. അങ്ങനെയാണ് വലിയ തോതിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് റോഡുകൾ, വിമാനത്താവളങ്ങൾ ഒക്കെ ഇത് തള്ളിയിട്ടിരുന്നൊരു പ്രദേശമാണ്. 10-60 കൊല്ലമായി ഏറ്റവും പിച്ചട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഉണർവാണ് കിട്ടിയത്. അതിൻ്റെ ഗുണം ബി ജെ പിക്ക് ഉണ്ട്. മാത്രമല്ല ഇവിടെ അതുകൊണ്ട് തന്നെയല്ലേ ഈ തദ്ദേശീയ മുസ്ലിങ്ങൾ പോലും ബി ജെ പിക്ക് അനുകൂലം. അവിടെ എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് ഇതിനകത്ത് കോൺഗ്രസിനെ നിലപാട് എപ്പോഴും അത് നമ്മൾ ഒരു സംശയത്തോടു കൂടി കാണാൻ കഴിയും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പിന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇത്രയും നാൾ അവിടെ ഇത്രയും പിന്നാക്കാവസ്ഥയിൽ കിടക്കുന്നതിന് കാരണം കേന്ദ്ര ഭരിച്ച കോൺഗ്രസ് സർക്കാർ തന്നെയാണ്. ഒഴിയാൻ കഴിയില്ല. പിന്നെ മാത്രമല്ല, ഈ നുഴഞ്ഞുകാറ്റക്കാർക്ക് അനുകൂലമായി സംസാരിക്കുന്ന നേതാക്കളെ നമ്മൾ ഏതളവിൽ ന്യായീകരിക്കും എന്നുള്ളതാണ് വിഷയം. അത് ഇപ്പോൾ SIR വരുമ്പോൾ, NRC വരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു അന്ധമായി മറ്റൊരു വിഭാഗത്തെ അവരാണ് ഇവിടെ നാൾക്ക് നാൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള അവിടെ നിന്നൊരു ഇതിനെ പിന്താങ്ങി മടുത്ത ആൾക്കാരാണ് കോൺഗ്രസ് വിട്ട് വരുമ്പോൾ. അപ്പോൾ അവരെ വെറും കോൺഗ്രസിന് ഉള്ളിലെ പടലപ്പിണക്കം മാത്രമല്ല ഇത് അസഹനീയമായി. ഇത് മാത്രമല്ല, വരുന്നവരെ സ്വീകരിക്കാതിരിക്കാനും സാധ്യമല്ല. കാരണം അവർക്ക് നല്ല ഹോൾഡുള്ള ആൾക്കാരാണ്. ഇപ്പോൾ മസിലും പണവും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആസാമിൽ ഇപ്പോൾ നടക്കുന്നത്. ഒരു തർക്കവും വേണ്ട. പിടിച്ചു നിൽക്കാൻ കഴിയും കേന്ദ്ര സർക്കാർ പോലും. അടിക്ക് അടി, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ചോരയ്ക്ക് ചോര. അല്ലെ, കേന്ദ്ര സർക്കാരിന് പോലും പിടികിട്ടാത്ത രീതിയിലേക്ക് മാറുകയാണ് അവിടെ ആസാം. അപ്പോൾ എന്തുമാത്രം ഗതികെട്ടൊരു അവസ്ഥയിലാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ ദിസ്പൂരൊക്കെ ഉള്ള മത്സരം എന്ന് പറയുന്നത് ഇവർ വലിയ തോതിൽ പ്രാധാന്യം അർഹിച്ച് കഴിഞ്ഞ് ഈ ദിസ്പൂരൊക്കെ അവരെ പിന്നെ തമാശ എന്ന് വെച്ചാൽ ചില മണ്ഡലങ്ങൾ നമ്മൾ എടുത്ത് പോയിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു കാലത്ത് കോൺഗ്രസോ BJP ആയിരുന്ന ആൾക്കാരാണ്. അവിടുത്തെ മത്സരം പിന്നെ സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ 6 പാർട്ടികൾ. ഈ അസം ഗണപരിഷത്തിൻ്റെ നിലപാട് ഇപ്പോൾ കോൺഗ്രസിനെതിരാണ്. അവരിപ്പോൾ ഏതാണ്ട് BJPയുടെ സഖ്യകക്ഷി പോലെയാണ്. അവർ BJP ആയിട്ട് സഹകരിച്ചാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവുമെങ്കിലും മോറോർലെസ് അവർ BJPക്ക് ഒപ്പമാണ്, NDAക്ക് ഒപ്പമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കേരളത്തിനോടൊപ്പം അവിടെയും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 9 തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രതീക്ഷിക്കാൻ യാതൊരു വകയുമില്ല. അവർ മരണ പോരാട്ടമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലനിൽപ്പിന് വേണ്ടിയാണ്. BJP നിന്ന് അസംതൃപ്തരായി സീറ്റ് കിട്ടാതിരുന്ന ആൾക്കാരെ പോലും വലിച്ച് ദിസ്പൂർ ഉൾപ്പെടെ അവർ മത്സരിപ്പിക്കുന്നുണ്ട്. പേര് പറഞ്ഞാൽ ഇനി ഒരുപാട് പറഞ്ഞാൽ തീരാത്ത എണ്ണം ഉണ്ട്. ഈ 126 മണ്ഡലങ്ങളിലും അതിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ പിന്നെ കോൺഗ്രസ് 99 മണ്ഡലങ്ങളിലെ കണ്ടാണെന്ന് തോന്നുന്നു കോൺഗ്രസിൻ്റെ അവസാനം ഇന്നലെ തീരുമാനമായിട്ടുണ്ട്. പിന്നെ 11 മണ്ഡലങ്ങളിൽ റേജോർ ദൾ എന്ന് പറയുന്ന അവരുടെ നേതാവ് നമുക്കറിയാം. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഈ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജയിലിൽ കിടന്നാണ് അദ്ദേഹം മത്സരിച്ച് വരുന്നത്. അയാളും ഒരു പരിധി വരെ വിഘടനവാദം പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വിഘടനവാദം പറഞ്ഞവർക്ക് വ്യക്തമായ വളക്കൂറുള്ള മണ്ണായി അസം മാറുന്നു. അതിനെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാതിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തത്വദീക്ഷയില്ലാതെ കാലുമാട്ടം നടക്കുന്നു. ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മത്സരിക്കുന്നതെന്ന് പറയുന്നത് എല്ലാ പാർട്ടികളിലും ഏതെങ്കിലും സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഒരു കലുഷിതമായ സാഹചര്യത്തിലാണ് അസം നടക്കുന്നത്. പക്ഷേ അതേസമയം ആസാമിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ വികസനം പറഞ്ഞുകൊണ്ടാണ് നേരിടുന്നത്. അല്ല, അതിനിടയിൽ കൂടി നമുക്ക് ആശ്വാസം പകരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വലിയ പിന്നെ അർത്ഥത്തിൽ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അത് കേന്ദ്ര സർക്കാർ എന്തോ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ചാളും കൂടി ഇങ്ങനെ പോയേ പറ്റുള്ളൂ. രാജ്യത്ത് എല്ലായിടത്തും ചില വിഷയങ്ങളെ ചില സമയത്തേക്ക് കണ്ണടച്ചേ കഴിയും. അങ്ങനെ പറ്റും. അവിടെ ബലം പ്രയോഗിച്ചിട്ട് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ബംഗാൾ അസം ആ ബോർഡർ. അപ്പോൾ ഇത്രയും ദീർഘമായിട്ടൊരു ബോർഡറിൽ
വളരെ സെൻസിറ്റീവായിട്ട് ഏരിയയിൽ വളരെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. വിശേഷിച്ചും നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ അസംതൃപ്തമായ ഈ ജെൻസി കലാപം ഉൾപ്പെടെയുള്ള പല കലാപങ്ങളും അവർ കണ്ണുനട്ടിരിക്കുക. നേപ്പാൾ ആയാലും ബംഗ്ലാദേശ് ആയാലും ഒക്കെ അത് ഒരാഴ്ചയെങ്കിലും ലോകം തന്നെ പല യുദ്ധങ്ങൾക്ക് നടുവിലാണ്. ആ സമയത്ത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. മാത്രമല്ല 2014 BJP സർക്കാർ ഭരണത്തിൽ ഏറിയതിന് ശേഷം നിയമങ്ങളിങ്ങനെ കർശനമായ പല നിയമങ്ങളും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും വലിയ അക്രമങ്ങളും വലിയ വിഷയങ്ങളും ഇല്ലായിരുന്നു. കർഷക സമരത്താണ് നമ്മളതിന് മാറ്റം കണ്ടത്. പക്ഷെ അത് ഒരിക്കലും അതിർത്തികളിൽ ഇവർക്ക് അപ്പോൾ കുറച്ച് കാലത്തേക്ക് ചില നേതാക്കളെ അവർക്ക് അടക്കി നിർത്തിയേ മതിയാകും. അതിൻ്റെ ഭാഗം കൂടിയായിരിക്കാം ഇനിയുള്ളൊരു തലമുറയെങ്കിലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമം ആയിരിക്കാം ഇത്. അതും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പെട്ടെന്നൊന്നും ശരിയാവില്ല. എന്തായാലും ആസാമിൽ ഇങ്ങനെ ഒരു കലുഷിതമായ സാഹചര്യത്തിലാണ്. കേരളം പോലെ അല്ല ആസാമിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ വലിയ ആരവങ്ങളും കൊടിതോരണങ്ങളൊന്നും ഇല്ല. നമ്മൾ പരതുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും വളരെ ശാന്തമായ രീതിയിലാണ് പോകുന്നത്. ചൂടുണ്ട്. മൂന്നാം BJP ഗവൺമെന്റിന് തന്നെയാണ് അവിടെ. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. അവിടെ ഒരു BJP എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ CJP എന്നൊരു ആരോപണം ഉണ്ടല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി CJP എന്നുള്ള പറഞ്ഞില്ല. അവിടെ നേരെ തിരിച്ചാണ് പറയുന്നത്. കോൺഗ്രസിലെല്ലാം ഒഴുക്കാണ് ഈ BJPയിലേക്ക് വരുന്നത്. അവിടെ ഒരു CJP കോൺഗ്രസ് വൈരുദ്ധ്യമാണ്. രാജ്യത്തിൻ്റെ 2 കോണുകളിൽ ഒരേ ആരോപണം 2 രീതികളിൽ നേരിടുന്ന ഒരു പാർട്ടിയായി. അവിടെയും ആധിപത്യം BJPക്ക് ആയതുകൊണ്ടാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു ആരോപണം വരുന്നത്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കലുഷിതമായ സാഹചര്യത്തിലായിരിക്കും നടക്കുക. ഫലം വരട്ടെ, നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.